ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മളുടെ തലയോടൊക്കെ എത്ര അഴുക്ക് പിടിച്ചതായാലും നമ്മൾക്ക് നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റുന്നൊരു ഈസി ടിപ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മോൾക്ക് കളിക്കാനൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കോൾഗേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്ലീനിങ്ങിനൊക്കെ കോൾഗേറ്റ് ഒരുപാട് നല്ലതാണ്. നന്നായിട്ട് നമ്മൾക്ക് ക്ലീനാക്കി എടുക്കാനൊക്കെ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ബ്ലീച്ചാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്, ക്ലോറക്സ് അല്ല. അപ്പോൾ ഇതിന് സ്മെല്ലും കുറവാണ്. ഇപ്പോൾ തലയാണയിൽ പഞ്ഞിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്മെല്ല് ഇപ്പോൾ വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്ലീച്ച് ഡ്രസ്സൊക്കെ കഴുകുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് കറയോ അഴുക്കൊക്കെ പോകാനും നമ്മൾക്ക് എളുപ്പമാണ്. അപ്പോൾ അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് സോപ്പ് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി നമ്മൾക്കിതിലേക്ക് ഈ തലയണ നന്നായിട്ട് മുക്കി വെച്ച് കൊടുക്കാം. നമ്മൾ മുക്കി വെച്ച് കൊടുത്തപ്പോൾ തന്നെ നമ്മളുടെ തലയിണയിലെ അഴുക്കൊക്കെ പോയി നന്നായിട്ട് ക്ലീനായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഇതേപോലെ പതുക്കെ പതുക്കെ വെച്ചിട്ട് കഴുകാം. നമുക്ക് നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾക്കിത് നന്നായിട്ട് കഴുകി നമ്മൾക്ക് വെയിലത്ത് തന്നെ വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഇത് നമ്മൾ അങ്ങനെ ഉണക്കിയെടുക്കാനുള്ള സൗകര്യക്കുറവായതുകൊണ്ട് ഞാനിത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തത്. നമ്മളുടെ തലയിണയുടെ അഴുക്കൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതേപോലെ നമ്മൾക്ക് മുക്കി കഴുകിയെടുക്കാം. നമ്മളുടെ തലയണയുടെ കവറൊക്കെ നന്നായിട്ട് വെള്ളം നിറം തന്നെ ആയി വന്നു, അഴുക്കൊക്കെ പോയി കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ തലയണയൊക്കെ നമ്മൾക്ക് ഇതേപോലെ കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു തലയണ വെച്ച് കഴുകിയാലും നമുക്ക് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു. മോള് പൊടിയിലും അവിടെ ഇവിടെ ഇട്ട് കളിച്ചത് കാരണം നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളത് വെള്ളയായിട്ട് തന്നെ നമ്മൾ കഴുകിയെടുത്തു. അപ്പം നമ്മളുടെ തലയാണയിലെ അഴുക്കൊക്കെ പോയി വെള്ളയായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് പോയി കിട്ടാനായിട്ട് ഞാനിതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് വെയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾക്കിത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇവിടെ നമുക്ക് പുറത്ത് വെക്കാനുള്ള സൗകര്യക്കുറവ് കാരണം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് ഉണക്കിയെടുത്തത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായ നമ്മളുടെ പുതുപുത്തനായിട്ട് കിട്ടി നമ്മളുടെ തലയണ. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി.
അപ്പോൾ ഇതേപോലത്തെ തലയണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മളുടെ പഞ്ഞിത്തലയണാണ് നമ്മൾക്ക് കഴുകാൻ പറ്റാത്തതാണെങ്കിൽ ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിലൊരു പാത്രത്തിൻ്റെ മൂടി ഉണ്ടെങ്കിൽ ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾക്ക് വല്ല തോർത്തുമുണ്ടോ ടർക്കിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ആ മൂടിയിലേക്ക് ഈ മൂടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതേപോലെ ആക്കിയെടുത്തിട്ട് നമ്മൾക്ക് ഈ വെള്ളം ഇതേപോലെ തന്നെ വെള്ളം നമ്മൾ എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തലയണയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുത്ത് കഴിഞ്ഞാലും നമ്മളുടെ തലയണയിലെ അഴുക്കൊക്കെ നമുക്ക് പോയി കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് മുടി കൊഴിച്ചലിനും അതേപോലെ മുഖക്കുരുവിനൊക്കെ ഒരുപാട് ദോഷം ചെയ്യും തലയണയിൽ അഴുക്കുണ്ടായി കഴിഞ്ഞാൽ. അതല്ലെങ്കിലും നമ്മൾക്ക് ഇടയ്ക്ക് തലയണയൊക്കെ ഒന്ന് അങ്ങനെ ക്ലീൻ ചെയ്തത് നല്ലതാണ്. നമ്മളുടെ ഈ മുടി കൊഴിച്ചൽ താരനൊക്കെ ഒരുപാട് ഈ തലയുടെ അഴുക്കിൽ നിന്ന് വരും. അപ്പോൾ നമ്മൾക്ക് ഇടയ്ക്കൊക്കെ ഇതേപോലെ ഈ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ തലയണയിലെ അഴുക്കൊക്കെ പോയി കിട്ടുകയും ചെയ്യും. ഈ താരനും മുടി കൊഴിച്ചലിനും മുഖക്കുരുവിനൊക്കെ വലിയൊരു മാറ്റം വരികയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ഇതേപോലെ ഒരു മൂടിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ കഴുകിയെടുത്ത തലയണയിൽ കുറച്ച് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇതേപോലെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തുടച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ തലയണക്കൊക്കെ നല്ല സ്മെല്ലും കിട്ടും. നമ്മൾ ആ കഴുകിയെടുത്ത ആ ഒരു പഞ്ഞി കട്ടയായിട്ട് നിൽക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ പഞ്ഞിയൊക്കെ റെഡി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തത്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ തലയണയിലൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് തുടച്ചെടുത്താൽ അഴുക്കും പോയി കിട്ടും. പിന്നെ നമ്മൾക്ക് പൗഡർ ഇതേപോലെ നമ്മളുടെ ബെഡിൽ കംഫർട്ടിലൊക്കെ നമ്മൾക്ക് ഇതേപോലെ ഇങ്ങനെ വിതറി കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇസ്തിരി ഇട്ട പോലെ നമ്മളുടെ ബെഡും അതേപോലെ തന്നെ സോഫയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. നല്ല സ്മെല്ലും ഉണ്ടാവും. ഇങ്ങനെ ഒരു മൂടി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അത് തേച്ച് ഇട്ട് എടുക്കണ പോലെ നമ്മൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ട്രിക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.